പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാ സംഘടനകൾക്കും ഉണ്ട്. അപ്പോൾ അവരെ നേരിടുന്നത് മറ്റൊരു രീതിയിലാണെങ്കിൽ സ്വാഭാവികമായും അതൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കുപ്പിയിൽ വെള്ളവുമായി പിണറായി വിജയൻ നിയമസഭയിൽ എത്തി. മലിനമായ ജലമാണ് AISF പ്രവർത്തകർക്ക് നേരെ ചീറ്റിയത് എന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത് രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ചീറ്റിയത്. ഇത് തീർത്തും കലക്ക വെള്ളമാണ്. ഇത് നമ്മുടെ പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കുമല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിനെ വേവലാതിപ്പെടും. മറുപടി പറയേണ്ടവരവിടെ ഇരിക്കുന്നില്ലേ, അവർ പറഞ്ഞോളൂല്ലോ. ഇത് കലക്ക വെള്ളമാണ്. ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ള ഒരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചു എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെന്റ് കാണേണ്ട ഒരു പ്രശ്നമാണ്. എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് അതിൽ പറയാനുള്ളത് എന്ന് അറിയുന്നത് നല്ലതാണ്. വാട്ടർ അതോറിറ്റിയിൽ നിന്നുമാണ് ജലപീരങ്കിയിൽ വെള്ളം നിറയ്ക്കുന്നത് എന്നും ടാങ്കിലുണ്ടായിരുന്നത് പഴയകാലത്തെ അഴുക്കാണോ എന്ന് അറിയില്ലെന്നും രമേശ് ചെന്നിത്തല മറുപടി നൽകി. ജലപീരങ്കിക്കുള്ള വെള്ളം എടുക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് പോലീസ് ആ ടാങ്കറിൽ നിറയ്ക്കുന്നത്. അത് ആ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഈ പറഞ്ഞതുപോലൊരു സംഭവം ഉണ്ടാകും. ഒന്നിൽ പഴയ കാലത്ത് ഈ ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന അഴുക്കാണോ എന്ന് അറിയില്ല. ഏതായാലും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞതിന് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗവൺമെന്റിന് അങ്ങനെ ചിന്തയില്ല. വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ക്യാനെ നിറച്ചിട്ടാണ് ജലപീരങ്കി പ്രയോഗിക്കാറുള്ളത്. എല്ലാ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് വേറെ എങ്ങനെയും എടുക്കില്ല. എന്താണ് ഈ വെള്ളത്തിൽ സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ചിട്ട് ഞാൻ ഈ സഭയ്ക്ക് റിപ്പോർട്ട് ചെയ്യാം. എസ് ഹരികൃഷ്ണ ചേരുന്നുണ്ട്. ഹരി, ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് കാലങ്ങളായിട്ട് വരുൺ വാഹനത്തിൽ ഇങ്ങനെ നിറച്ച് അവിടെ നിന്നും ചീറ്റി പ്രതിഷേധക്കാർക്ക് നേരെ അടിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുണ്ടായ ഇന്നത്തെ കാര്യങ്ങൾ നമ്മുടെ പ്രതിനിധി അനന്തകൃഷ്ണൻ വിവരിക്കുകയും ചെയ്തു. പലർക്കും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലമാണ്, പനിക്കാലമാണ്. അവിടെ സംശയം സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത്, അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് സർക്കാരാണ്. സഭയിൽ പ്രതിപക്ഷം നേതാവ് ഉന്നയിച്ച കാര്യവും മറുപടി ചെന്നിത്തല നൽകിയതും ഇതേ തുടർന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഹരി, പ്രജീഷ്, ഈ ബജറ്റ് ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് നിയമസഭയിലേക്ക് AISF നടത്തുന്നത്. അത് PM ശ്രീ വിഷയത്തിലായിരുന്നു. അതിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. അതായത് ചെളിവെള്ളം പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അടിച്ചു എന്നുള്ളത്, ജലപീരങ്കി വഴി പ്രയോഗിച്ചു എന്നുള്ളതാണ് ആ ആരോപണമായി നിലനിന്നിരുന്നത്. ഈ വിഷയമാണ് ഇന്ന് നിയമസഭയിൽ ബജറ്റ് ചർച്ച നടക്കുന്നതിനിടെ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കുപ്പിയിൽ ആ വെള്ളവുമായി എത്തി. അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ആ കാര്യം വിശദീകരിച്ചത്. അതായത് ഇന്ന് AISF-ന്റെ മാർച്ച് നടക്കുന്ന സമയത്ത്, PM ശ്രീ വിഷയത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്ന സമയത്ത് പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ച ജലപീരങ്കിയിലെ വെള്ളത്തിന്റെ കളർ ഇതാണ് ഇത്രയും മലിനമായിട്ടുള്ള വെള്ളമാണ് പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ചത് എന്നുള്ളത് ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് അത് ഉയർത്തിക്കാട്ടിയാണ് പിണറായി വിജയൻ ഇന്ന് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തികച്ചും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതിഷേധമുണ്ടാകും, ജലപീരങ്കി പ്രയോഗിക്കുക സാധാരണമാണ്. പക്ഷേ ഇത്രയും മോശമായിട്ടുള്ള വെള്ളം, അതും പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം ചോദിച്ചു. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ആ സമയം സഭയിലുണ്ടായിരുന്നു. അദ്ദേഹം അതിന് മറുപടി നൽകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് ഈ വെള്ളം നമ്മുടെ ജലപീരങ്കിയിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന വെള്ളമാണ് ഈ പ്രയോഗിച്ചത് പ്രതിഷേധക്കാർക്ക് നേരെ. ഇനി കുറേ നാളുകളായല്ലോ ഈ സമരങ്ങളൊക്കെ നടന്നിട്ട്. അപ്പോൾ കഴിഞ്ഞ കാലത്തെ
അഴുക്ക വെള്ളമാണോ ഈ ടാങ്കറിൽ ഫില്ല് ചെയ്തത്, അങ്ങനെ ഏറെ നാളായി അത് ഫില്ല് ചെയ്തിട്ടിരിക്കുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കാൻ ഇത് ശ്രദ്ധയിൽപ്പെട്ടവരെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് ലാബിൽ അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ജലപീരങ്കിയാണ് അപ്പോൾ സഭയിൽ എന്ന വിഷയമായി മറ്റൊരു വിഷയമായി വരുന്നത്.